ജനൌഷധിയെക്കുറിച്ച് പറഞ്ഞു, റിപ്പോർട്ടുകൾ കണ്ടു, അതേക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവാന്മാരാണ്. എന്നിരുന്നാൽ പോലും ഒന്നുകൂടി ചോദിക്കുകയാണ്, ലളിതമായി പറഞ്ഞാൽ എന്താണ് ജനൌഷധി? ജനൌഷധി കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായ ഇപ്പം മരുന്ന് വാങ്ങാൻ തന്നെ ഏതൊരു ശേഷിയും ഇല്ലാത്ത, ചിലപ്പോൾ മരുന്ന് വാങ്ങാൻ സാമ്പത്തികമായി ഇല്ലാത്ത ആൾക്കാർ ഡോക്ടർ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ മുഴുവനും വാങ്ങാതെ, ചിലപ്പം മുഴുവനും കഴിക്കാതെ മാസത്തിൽ 30 ദിവസം കഴിക്കേണ്ട മരുന്നുകൾ 7 ദിവസമോ 10 ദിവസമോ കഴിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി എല്ലാ പൗരന്മാരും ഡോക്ടർ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷനിലുള്ള മരുന്നുകൾ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി മുഴുവൻ കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ മുഴുവൻ കഴിച്ച് ആ കോഴ്സ് പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ജനൌഷധി തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. അറ്റോർവാസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് മാർക്കറ്റിൽ 70 മുതൽ 120 രൂപ വരെ വിലയുണ്ട്. നമുക്കത് വെറും 8 രൂപ 80 പൈസ മാത്രമേ ഉള്ളൂ. അപ്പം തന്നെ നമുക്കറിയാൻ പറ്റും ഏകദേശം 90% നമുക്ക് സാധാരണക്കാരിൽ പോക്കറ്റ് സേവ് ചെയ്യുന്നു. അവരുടെ കുടുംബ ബഡ്ജറ്റിൽ മാസത്തിൽ 90% നമുക്ക് ലാഭിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിലവിൽ നിരവധി ആളുകൾ ജനൌഷധി കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ എത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. തുടക്കത്തിലുണ്ടായിരുന്ന ഒരു വിമുഖതയൊക്കെ തന്നെ മാറി. എന്താണിതെന്ന് മനസ്സിലാക്കി ഒരുപാട് ആളുകൾ എത്തുന്നുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അത് ശരിക്കും അപ്പർ മിഡിൽ ക്ലാസ് ആൾക്കാരും അതേപോലെ അപ്പർ ക്ലാസ് ആൾക്കാരും പണ്ട് മുതലേ ജനൌഷധി കേന്ദ്രത്തിലെ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഞാൻ നടത്തുന്ന സ്ഥാപനത്തിൽ ധാരാളം ഡോക്ടേഴ്സ് വരുന്നുണ്ട്. ഡോക്ടേഴ്സ് ആൾക്കാരെ പറഞ്ഞു വിടുന്ന ഡോക്ടേഴ്സുണ്ട്, ഡോക്ടേഴ്സ് തന്നെ വരുന്നുമുണ്ട് മരുന്ന് വാങ്ങാനായിട്ട്. പക്ഷേ ഒരു എന്താ പറയുക, ലോവർ മിഡിൽ ക്ലാസ് ഒരു പോപ്പുലേഷൻ അവരൊരിക്കലും ഇതിൻ്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള. അവർ ഡോക്ടർ ഇതുവരെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഈ കളറല്ല, ഈ നിറമല്ല, അതിൻ്റെ സ്ട്രിപ്പ് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു വന്നിട്ട് പോയ സംഭവങ്ങൾ പണ്ടുണ്ടായിരുന്നു. ഞാൻ ജനൌഷധി കേന്ദ്രം തുടങ്ങിയിട്ട് 9ാമത്തെ വർഷമാണിത്. പക്ഷേ ഇപ്പോൾ ശരിക്കും സപ്പോർട്ട് പൊതുജനങ്ങളിൽ നിന്ന് ധാരാളം സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്.